ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് ഉറപ്പായി. അവസാനത്തെ വിമാനവാഹിനി കപ്പലും തീരത്തണഞ്ഞു. അതല്ല പ്രധാനപ്പെട്ട കാര്യം. ഇസ്രയേലിലുള്ള അമേരിക്കൻ പൗരന്മാരോട് ഉടനെ അവിടെ നിന്ന് പോകാനായിട്ട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം, ഏത് യുദ്ധം വരുന്ന സമയത്തും അമേരിക്ക അതിൽ ചെറിയ തരത്തിൽ പങ്കാളികളാണ് എങ്കിൽ അവരേറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വമാണ്. ഒരു അമേരിക്കൻ പൗരന് പോലും പോറലേൽക്കാൻ പാടില്ല. കാരണം പോറലേൽക്കപ്പെട്ടാൽ പിന്നെ ട്രംപിന് കല്ലേറ് അവിടെ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. ട്രംപിനെന്ന് മാത്രമല്ല, US-ൻ്റെ എല്ലാ പ്രസിഡന്റുമാരും ആ കാര്യത്തിൽ എക്കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് അവരോട് ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് യുദ്ധത്തിൻ്റെ സന്നാഹമായിട്ട് കണക്കാക്കേണ്ടത് അല്ലേ? അതൊരു ആഹ്വാനമാണ്. അതെ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ വിമാനവാഹിനി ഈ ജെറാൾഡ് ഫോർഡ് ഇനി വേണ്ടി വരില്ലല്ലോ, രണ്ടെണ്ണം പോരെ? അല്ല, അതാണ് രണ്ടാമത്തത്. ജെറാൾഡ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ USS എബ്രഹാം ലിങ്കൺ ഓൾറെഡി ഗൾഫിലുണ്ട്. ഇപ്പോൾ ജെറാൾഡ് ഫോർഡ് ഗൾഫിലെത്തി, മിഡിൽ ഈസ്റ്റിലെത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിനെ ഇസ്രയേലിൻ്റെ വടക്കൻ തീരത്ത് കണ്ടിരുന്നു, ഈ ജെറാൾഡ് ഫോർഡിനെ. അത് വെനസ്വേലയിലെ ഓപ്പറേഷനിൽ പങ്കെടുത്തിരുന്നു ജെറാൾഡ് ഫോർഡ്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഓപ്പറേഷനിൽ പങ്കെടുത്തു. അടുത്ത ഓപ്പറേഷന് വേണ്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ എബ്രഹാം ലിങ്കണിൻ്റെ ആ സന്നാഹത്തിൽ ഇത് ജോയിൻ ചെയ്തു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വിമാനവാഹിനിയും ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ട് വിമാനവാഹിനികൾ എന്ന് പറയുമ്പോൾ, ഒരു വിമാനവാഹിനി ആക്രമണത്തിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ വിമാനവാഹിനി പ്രതിരോധത്തിന് സഹായം ചെയ്യും. അതായത് വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കണം, ഏതെങ്കിലും ഒരു വിമാനവാഹിനിക്ക് ചെറിയ അറ്റകുറ്റപ്പണി വേണ്ടി വരും എന്ന് പറഞ്ഞാൽ മറ്റേ വിമാനവാഹിനി ആക്രമണത്തിന് മുന്നിൽ നിന്നോളും. അപ്പോൾ ഒരു വിമാനവാഹിനി മാത്രമാണെങ്കിൽ രണ്ട് ജോലിയും കൂടി ഒരേ സമയം നടത്താൻ പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു റിസർവ് എന്നുള്ള നിലയ്ക്ക് കൂടി മറ്റേ വിമാനവാഹിനിയുടെ ഗുണം കിട്ടും. ഇതിൻ്റെ അകത്ത് എല്ലാ തരം വിമാനങ്ങൾ F-16, F-22, F-35 എല്ലാം ഫൈറ്റർ ജെറ്റുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. 100-200 വിമാനങ്ങളുടെ സഹായം ആക്രമണത്തിന് കിട്ടും. പിന്നെ 8 താവളങ്ങൾ ഗൾഫിലെ അമേരിക്കയ്ക്ക് ഉണ്ട്. ഈ അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ, മിഡിൽ ഈസ്റ്റിലെ സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനം ഖത്തറിലാണ്, അൽ ഉദൈദ് എന്ന് പറഞ്ഞ താവളം. അതുപോലെ തന്നെ ഈ ധാരാളം യുദ്ധക്കപ്പലുകൾ, ഒരു ഡസൻ യുദ്ധക്കപ്പലുകൾ ഒരു വിമാനവാഹിനിക്ക് അകമ്പടിയായിട്ട് ഉണ്ടാവും. മിക്കവാറും മിസൈൽ ഡിസ്ട്രോയേഴ്സ് കാണും, മിസൈലുകളെ തകർക്കാനായിട്ടും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് 10-20ഓളം യുദ്ധക്കപ്പലുകളും ഇപ്പോൾ ഗൾഫിൽ എത്തിയിട്ടുണ്ട്. സന്നാഹം ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായി. ഇനി അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അടിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഇന്നലെ ജനീവയിൽ ചർച്ച നടന്നിരുന്നു, അമേരിക്കയും ഇറാനും തമ്മിൽ. ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല അത്. കാരണം അമേരിക്ക വെച്ചിട്ടുള്ള 3 ഡിമാൻഡുകൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അത് സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക എന്നുള്ളത്, യുറേനിയത്തിൻ്റെ, അത് പറ്റില്ല. മിസൈൽ പദ്ധതികൾ നിർത്തിവെക്കുക, അത് ഒരിക്കലും പറ്റില്ല. മൂന്നാമത്തത് ഈ നിഴൽ യുദ്ധക്കാരുണ്ടല്ലോ, നിഴൽ സേന, അവരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത്, ഹൂത്തികൾ, ഹിസ്ബുള്ള തുടങ്ങിയ സംഭവങ്ങളൊക്കെ, അതൊക്കെ പിന്നെയും നടക്കും. ആണവ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകളാകാം. പക്ഷെ മിസൈൽ പദ്ധതി വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇറാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഈ മിസൈൽ നിർമ്മാണത്തിലും അതിന് വികസിപ്പിക്കുന്നതിലാണ്. അതിലാണ് അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നിർത്തിവെക്കാൻ പറഞ്ഞാൽ അവരതുകൊണ്ട് സമ്മതിക്കില്ല. പിന്നെ കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ആക്രമണം, അമേരിക്കൻ ആക്രമണം നടന്നല്ലോ ആണവ നിലയത്തിന് എതിരെ, ഫോർദോ നദാൻസ് ആണവ നിലയങ്ങൾക്കെതിരെ. ബങ്കർ, അത് അമേരിക്കയുടെ തന്നെ ബോംബർ വിമാനങ്ങൾ വന്നിട്ട് വേണ്ടിയിരുന്നു ഇത് തകർക്കാൻ. അപ്പോൾ ആ സമയത്ത് ഈ വലിയ ചങ്ങാതിമാരാണല്ലോ റഷ്യയും ചൈനയും, ഇറാൻ്റെ,
അവരുടെ സഹായം വേണ്ടത്ര കിട്ടിയില്ല എന്നുള്ളൊരു നീരസം ഇറാനുണ്ടായിരുന്നു. ഇപ്പം ആ നീരസം ഇല്ല. റഷ്യയും ചൈനയും രംഗത്തുണ്ട്. റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും പുതിയ കരാറുകൾ ഇറാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഷോൾഡർ മിസൈലുകൾ കൊടുക്കാനായിട്ട് റഷ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഷോൾഡർ മിസൈൽ ആവുമ്പോൾ പരിശീലിപ്പിക്കേണ്ടതില്ല. അതൊരു സൈനികന് വെച്ചിട്ട് മറ്റേ മിസൈലുകൾ S-400 ഒക്കെ പോലെയാണെങ്കിൽ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള റഷ്യക്കാര് തന്നെ ഒന്ന് പരിശീലനമൊക്കെ കൊടുക്കണം. ഇത് ഷോൾഡർ മിസൈലുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ചൈനയും ഈ മിസൈലുകൾ, ഡ്രോണുകൾ ഇതൊക്കെ കൊടുക്കാനായിട്ട് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളായിട്ടാണ്, 3 ഘട്ടങ്ങളായിട്ടാണ് ചൈന കൊടുക്കുന്നത്. എന്നാലും അവർ രംഗത്തുണ്ട്, സഹായിക്കാനായിട്ട് അവർ രംഗത്തുണ്ട്. ബ്രിട്ടൻ ഡിഗോ ഗാർഷ്യ താവളം കൊടുക്കുകയില്ല എന്ന് ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗോ ഗാർഷ്യ അനിവാര്യമായ ഒരു താവളമാണെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഡിഗോ ഗാർഷ്യ എന്ന് പറഞ്ഞ താവളം ശരിക്കും ഈ മറ്റേ ബ്രിട്ടൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലും അവിടെ ധാരാളം ഡിഗോ ഗാർഷ്യയിലെ അമേരിക്കൻ സേന വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും അത് അവർ ഭയക്കുന്നത്, എനിക്ക് തോന്നുന്നത് ബ്രിട്ടൻ ഭയക്കുന്നത് അവിടുത്തെ മുസ്ലിം വികാരം അത് ശക്തമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഡിഗോ ഗാർഷ്യ താവളം ചാഗോസ് ഐലൻഡിൻ്റെ 55 ദ്വീപുകൾ അടങ്ങുന്ന ചാഗോസ് ഐലൻഡിൻ്റെ ഭാഗമാണ് മൊറീഷ്യസിൽ. ഇപ്പം മൊറീഷ്യസിൻ്റെ കയ്യിലാണ്. ബ്രിട്ടൻ്റെ കയ്യിലിരുന്നത് മൊറീഷ്യസിന് കൊടുത്തിട്ട്, അതായത് കരാർ കഴിഞ്ഞ കൊല്ലം മെയിൽ ഒപ്പുവെച്ചു. മൊറീഷ്യസുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ട് 99 വർഷത്തെ പാട്ടത്തിന് എടുക്കുകയാണ് തിരിച്ച്. അപ്പോൾ കാശ് കിട്ടും മൊറീഷ്യസിന്. മുമ്പ് അത് സെഷൽസിൻ്റെ കയ്യിലിരുന്നതാണ്. അപ്പോൾ ആ കരാറ് രാജ്യാന്തര കോടതി പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുകയാണ് ബ്രിട്ടൻ മൊറീഷ്യസിന് തന്നെ, ഡിഗോ ഗാർഷ്യ. എന്നിട്ട് തിരിച്ച് പാട്ടത്തിന് എടുക്കുകയാണ്. 99 വർഷത്തെ പാട്ടം 40 കൊല്ലം വീണ്ടും പാട്ടം പുതുക്കാം 99 വർഷം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് വ്യവസ്ഥകൾ. അത് ഇനി അവിടുത്തെ പാർലമെന്റ്, മറ്റേ പ്രതിനിധി സഭ ബ്രിട്ടനിൽ അത് അംഗീകരിക്കേണ്ടതുണ്ട്. ആ ഒപ്പുവെച്ച കരാർ അതും കൂടി ഇനി ബാക്കിയുള്ളൂ ഔപചാരികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് സ്റ്റാമർ പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സെറ്റ് ബാക്കാണ് അമേരിക്കയെ സംബന്ധിച്ചിട്ട്. കാരണം അവർക്ക് വളരെ നിർണായകമായ ഒരു പൊസിഷനാണ് അതെ, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത് തീർച്ചയായിട്ടും സെറ്റ് ബാക്ക്. കാരണം ഇന്ത്യ സമുദ്രത്തിലാണ്. ഇന്ത്യ അപ്പോൾ ഗൾഫിലെ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ഇന്ത്യ സമുദ്രവും ഒരു സ്റ്റേജ് ആവും എന്നുള്ളത് ഒഴിവാവുകയാണ്. അതെ, അതായത് ഈ ഇന്ത്യ സമുദ്രം കൂടി വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ ഇസ്രയേലിലെ അമേരിക്കൻ എംബസി, അതായത് സ്ഥാനപതി, അമേരിക്കൻ സ്ഥാനപതി മൈക്ക് ഹക്കാബി പറഞ്ഞു ഇന്നലെ എല്ലാവരും ഇന്നലെ തന്നെ കിട്ടുന്ന കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകളിലൊക്കെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു അമേരിക്കക്കാരോട്. ആ എമർജൻസി സ്റ്റാഫ് മാത്രം, അത്യാവശ്യം മാൻ ചെയ്യാനുള്ളവർ മാത്രം അവിടെ നിന്നാൽ മതി. സീറ്റുകളൊക്കെ അനുസരിച്ചിട്ട് എല്ലാവരും അങ്ങ് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പഴയ ജെറുസലേം, ഇനി അവിടെ നിൽക്കുന്ന എംബസി സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ പഴയ ജെറുസലേം പോലുള്ള സ്ഥലങ്ങളിൽ, വെസ്റ്റ് ബാങ്കിൽ ഒന്നും പോകരുത്. അത് അപകടമാണ്. അവിടെയൊന്നും പോകരുത്. എംബസിയിലും ഒക്കെ ആയിട്ട് നിൽക്കുക. വീടുകളിലുള്ളവരൊക്കെ സ്ഥലം വിട്ടേക്കുക, അതായത് കുടുംബാംഗങ്ങൾ, എംബസി സ്റ്റാഫിന്റെ എല്ലാവരും സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഒമാൻ വിദേശകാര്യമന്ത്രി അടിയന്തരമായിട്ട് JD വാൻസിനെ കാണാൻ വാഷിങ്ടണിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ചർച്ച പൊളിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമാണെന്ന് നേരത്തെ ധാരണ ഉള്ളതാണ്. അപ്പോൾ ചർച്ച പൊളിഞ്ഞു പോയി. ജനീവയിൽ പ്രോഗ്രസ് ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആണ്. അപ്പോൾ ചർച്ച പൊളിഞ്ഞാൽ യുദ്ധം തന്നെയാണെന്ന് ഇയാളുടെ ഖമനേയുടെ ഒരു വലങ്കൈയായിട്ടുള്ള മൊല്ലാക്ക ലോത്ഫുള്ള ദസ്കാം എന്ന് പറഞ്ഞ മൊല്ലാക്ക
പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയാൾ ഫാഴ്സ് എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ ഗമനയുടെ പ്രതിനിധിയാണ്. ഇപ്പൊ ജനീവയിൽ ഇന്നലെ ചർച്ച ഉണ്ടല്ലോ, അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തന്നെ എന്നും മൊല്ലാക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പൊളിഞ്ഞല്ലോ. അത് പൊളിഞ്ഞു. യുദ്ധത്തിന് വേണ്ടി കാതോർക്കുക. കാരണം ഇനിയും മറ്റൊരു വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.